ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെ ബിഡിഷ്യസ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് തൈര് കറിയാണ്. ചില സ്ഥലങ്ങളിൽ തന്നെ ബീട്രൂട്ട് കിച്ചടി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ട് കിച്ചടി എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു മിക്സറിൽ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും. നമുക്കൊരു തിക്കി ഗ്രേവിയാണ് വേണ്ടത്. അപ്പം വളരെ കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് നിങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിൽ വേവിച്ചെടുത്താൽ മതിയാവും. ഇതിനകത്തേക്ക് ഞാൻ അല്പം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ടിനെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഈ കറി വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ ഒരു സൈഡ് കറിയായിട്ട് നമുക്ക് എപ്പോഴും വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണിത്. കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ കറിക്ക്. ഇനി ഇതിനകത്തേക്ക് ഞാൻ അല്പം പച്ചമുളക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂട്ടി കൊടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മൾ വെള്ളം വളരെ കുറച്ച് ഒഴിച്ചത് കൊണ്ട് തന്നെ ഇത് അടി കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. അത് മാത്രമല്ല എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും വേണം. കുക്കറിലാണെങ്കിൽ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അല്പം വെള്ളം ഒഴിച്ച് ഇത് കുക്കറിൽ വെച്ച് ഒരു വിസിൽ വന്നാൽ മതിയാവും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാൻ സമയമായി. നമ്മുടെ ബീട്രൂട്ട് ഏതാണ്ട് വെന്തിട്ടുണ്ട്. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി അരപ്പിട്ട് കൊടുക്കുകയാണ്. വളരെ കുറച്ച് വെള്ളം മാത്രമേ നമ്മൾ ആ അരപ്പിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അരപ്പ് നല്ല തിക്കായിട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ബീട്രൂട്ടിനകത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു തുള്ളി പോലും വെള്ളമില്ല. അപ്പോൾ നമുക്ക് ആ മിക്സർ കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ വെള്ളം മാത്രമേ നമ്മൾ കറിയിനകത്ത് ചേർക്കുന്നുള്ളൂ. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് നന്നായിട്ട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിനി ഇതിനകത്തേക്ക് അല്പം കൂടി ഉപ്പ് ആഡ് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ ബീട്രൂട്ട് വേവിക്കാനിട്ടപ്പോഴാണ് ഒരു നുള്ളു ഉപ്പ് ഇട്ടിരുന്നു. അപ്പോൾ ഇതിന് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യുകയാണ്. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കറി ഏതാണ്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്.
ബീട്രൂട്ട് നിങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ വേവിച്ചെടുത്തതിന് ശേഷം അത് ഒരു മിക്സറിലിട്ട് അരച്ചെടുത്തിട്ട് പാനിൽ ഒഴിച്ചു കൊടുക്കുന്നതാവും നന്നാവുക. അപ്പം നമ്മുടെ കറി ഏതാണ്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. അധികം പുളിയൊന്നുമില്ല ഇതിന്. അപ്പോൾ ഈ തൈരും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിനകത്തുള്ള ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാൻ മറക്കരുത്. നിങ്ങൾ തൈര് ഫ്രിഡ്ജിനകത്താണ് വെക്കുന്നതെങ്കിൽ കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ ഇത് ഈ കറിയിനകത്തേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കറി കുറച്ച് ഇരുന്ന് കഴിഞ്ഞാലാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവുക. ഞാനിതിനകത്ത് 1 സ്പൂണും കൂടെ തൈര് ആഡ് ചെയ്യുകയാണ്. ഞാനിന്നിവിടെ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് അതിനകത്ത് ജീരകം ഇട്ടിട്ടാണ് അരച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക്, പച്ചക്കടുക് അരച്ച് ഇതിനകത്ത് ചേർക്കാവുന്നതേ ഉള്ളൂ. അത് വേറൊരു ടേസ്റ്റായിരിക്കും. സാധാരണ നമ്മൾ പച്ചടിക്കൊക്കെ പച്ചക്കടുവാണ് അരയ്ക്കാറ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് എണ്ണ തളിച്ചൊഴിക്കാനേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഞാനൊരു 1.5 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് അല്പം വറ്റൽ മുളക് കൂടെ ആഡ് ചെയ്യാണ്. നമ്മൾ നേരത്തെ പച്ചമുളക് ഇട്ടിരുന്നു. അപ്പോൾ ആ ഒരു എരിവിൻ്റെ കണക്കനുസരിച്ചിട്ട് വേണം നിങ്ങൾ വറ്റൽമുളക് എടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 2 വറ്റൽമുളക് രണ്ടായി മുറിച്ചതാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നുണ്ടാക്കിയ ഈ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇത് ഷെയർ ചെയ്യുകയും വേണം. നമ്മൾ സാധാരണ ഇങ്ങനെ പച്ചടിക്കൊക്കെ അല്ലെങ്കിൽ ഏത് കറിക്കൊക്കെ താളിച്ചൊഴിക്കുകയാണെങ്കിലും നമ്മൾ കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എന്തായാലും ഈ ബീട്രൂട്ട് തൈര് കറി വീട്ടിലുണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയും ഉണ്ടാക്കാൻ വളരെ സിമ്പിളുമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇനിയൊരു നല്ല വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.